ഇന്ന് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ചില്ലി ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രിസർവേറ്റീവ്സും ഇല്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ചിക്കനിലേക്ക് സോൾട്ടും പെപ്പറും കോൺഫ്ലവറും വിനാഗിരിയും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഷാലോ ഫ്രൈ, ഒരു പകുതി വേവിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യണേ, അല്ലെങ്കിൽ കോൺഫ്ലവർ അവിടെ ഇവിടെയും കട്ട പിടിച്ച് നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ, ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഓയിലിൽ ചെയ്താൽ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ടേസ്റ്റിന് വലിയ കുറവൊന്നുമില്ല, എന്നാൽ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല എന്ന് മാത്രം. ഇതെന്താ ഇത്രയും ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് അതേ ഓയിലിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക്ക്, ഫ്രഷായിട്ടുള്ള ഗ്രീൻ ചില്ലി, അത് രണ്ടും ഒന്ന് സോട്ടായതിന് ശേഷം അതിലേക്ക് നമുക്ക് സബോള ഇടാം. സബോള ഒരു ക്യൂബായിട്ട് വേണം, ഇച്ചിരി സ്ക്വയർ ഷേപ്പിൽ വേണം അരിയാൻ കേട്ടോ. വലുതുമല്ല എന്നാൽ ചെറുതുമല്ല, ആ ഒരു ഷേപ്പിൽ കേട്ടോ. ഇങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, കാരണം നല്ലോണം വാട്ടിയെടുക്കൊന്നും വേണ്ട, അത് കടിക്കണം, അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കും തക്കാളിയും ചേർക്കാം. തക്കാളി ഉള്ളിലെ സീഡുകൾ സീഡും ഫ്ലഷൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ, അത് റിമൂവ് ചെയ്തിട്ട് ക്യൂബ് പോലെ അരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാം. സോൾട്ട് ആഡ് ചെയ്തതിന് ശേഷം അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, സോയാ സോസും ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്കൊരു കളറിന് വേണ്ടി നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് തന്നെ മതി, കാരണം ഒരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്, കാരണം അതിൻ്റെ പച്ചമണം വേണ്ടാന്ന് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് ഫ്രൈ ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. അത് തിളയ്ക്കണ നേരത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൽ കിടന്നൊന്ന് 2 മിനിറ്റ് തിളച്ചാൽ മതി. അത് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് കോൺഫ്ലവറും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറേ ഒഴിക്കേണ്ട കേട്ടോ, കാരണം കുറേ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കട്ടയായി പോവും. അപ്പോൾ അതിനെക്കാട്ടും നല്ല കുറച്ച് എടുത്താൽ മതി. കുറച്ച് കോൺഫ്ലവറും കുറച്ച് വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ അപ്പം പരിവായി പോകും കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് തള വന്നാൽ മതി. ഇനി സ്പ്രിംഗ് ഒനിയനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊട്ട് ഗാർണിഷ് ചെയ്യാം കേട്ടോ.